പോയേ പോയേ സീസൺ പോയേ പോടേൽ പോകട്ടും നിർത്തറ. ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, സീസൺ പോയി. റയലിനെ സംബന്ധിച്ചിടത്തോളം സീസൺ കഴിഞ്ഞു. 16 വർഷങ്ങൾക്ക് ശേഷം ബാക്ക് ടു ബാക്ക് സീസണുകളിൽ മേജർ ട്രോഫി ഇല്ലാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. ഇത് റയലിനെ സംബന്ധിച്ചിടത്തോളം എംബാരസ്മെൻ്റ് ആണ്, ഇത് ഡെവസ്റ്റേറ്റിംഗ് ആണ്, നാണക്കേടാണ്. അത് അംഗീകരിച്ച് മുമ്പോട്ട് പോവുക, തെറ്റുകൾ തിരുത്തുക എന്നതേ റയലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ. റയൽ അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ബോർഡാണ് തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ടുള്ളത്. ബോർഡാണ് പ്രധാനമായിട്ടും മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്. ആ ബോർഡ് എത്രത്തോളം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകും എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സംഭവം. എനിവേ, മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ ദാറ്റ് വാസ് മാൻ. വാട്ട് എ ഗെയിം ഓഫ് ഫുട്ബോൾ. അതായത് മിസ്റ്റേക്സ്, കെയോസ്, ബാങ്ങേഴ്സ് അടങ്ങുന്ന ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് ഫുട്ബോൾ അറ്റ് ഇറ്റ്സ് വെരി ബെസ്റ്റ്. വാട്ട് എ ഗെയിം. രണ്ട് ഹെവി വെയിറ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു കിണ്ണം കാച്ചി മത്സരമാണ് നമുക്കായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എക്സലറേറ്റിംഗ് സാധനം. വാവ്, വാട്ട് എ ഗെയിം. 35 സെക്കൻഡുകളിൽ തന്നെ ഗോൾ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മാതിരി സ്റ്റാർട്ടാണ് റയൽ മാഡ്രിഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആർദാ ഗുലേർ എന്ന് പറയുന്ന ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സാധനമൊക്കെ. എന്താ ഗോൾ, എന്താ അതിൻ്റെയൊക്കെ ആ ഒരു പെർഫെക്ഷൻ, പ്രെസിഷൻ, വാട്ട് എ ഗോൾ. പക്ഷേ ബയൺ തിരിച്ചടിക്കുന്നു. വീണ്ടും റയൽ മാഡ്രിഡ് മുന്നിൽ കയറുന്നു. ബയൺ വീണ്ടും തിരിച്ചടിക്കുന്നു. വീണ്ടും റയൽ മാഡ്രിഡ് മുന്നിൽ കയറുന്നു. ഫസ്റ്റ് ഹാഫിൽ 5 ഗോളുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 ഗോളുകൾ, വേറെയും കുറേ ടോക്കിംഗ് പോയിൻറ്റ്സും സംഭവങ്ങളും. പക്ഷേ പിന്നീട് സെക്കൻഡ് ഹാഫിൽ ആർബലോവ എന്ന് പറയുന്ന ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായി വരുത്തിയിട്ടുള്ള ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മത്സരത്തിൻ്റെ ഗതി മാറ്റിമറിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. യെസ്, കമവിംഗ ഗ്രൗണ്ടിലേക്ക് വരുന്നു. കമവിംഗയ്ക്ക് 2 യെല്ലോ കാർഡുകൾ കിട്ടുന്നു. രണ്ടാമത്തെ യെല്ലോ കാർഡ്, റെഡ് കാർഡ് കിട്ടിയ യെല്ലോ കാർഡ് ഹാർഷാണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് ഉള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്ത് തോന്നിയാസാണ് കമവിംഗ അവിടെ ചെയ്തത്? ഓൾറെഡി യെല്ലോ കാർഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ടതായിട്ടുള്ളത്. റഫറിയുടെ ഡിസിഷനെ നമുക്ക് ചോദ്യം ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ത് തേങ്ങയാണ് കമവിംഗ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ലൂയിസ് ഡിയാസിൻ്റെ ബാങ്ങർ. ഒടുവിൽ എന്താണ്, മൈക്കൽ ഒലീസയുടെ ബാങ്ങറിൽ മത്സരം അവസാനിക്കുന്നു. ബയൺ മ്യൂണിക്ക് അലയൻസ് അറേനയിൽ വിജയിക്കുകയാണ്. ബയണിനെ സംബന്ധിച്ചിടത്തോളം 2012 ശേഷം ആദ്യമായിട്ടാണ് അവർ റയൽ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. 2012 ബയൺ മ്യൂണിക്ക് റയലിനെതിരെ ജയിക്കുന്ന സാഹചര്യത്തിൽ അന്ന് കളിക്കാരനായിട്ട് ആ ടീമിലുണ്ടായിരുന്നു ആർബലോവ. ഇപ്പോൾ ദാ 14 വർഷങ്ങൾക്ക് ശേഷം റയൽ മാഡ്രിഡിനെ വീണ്ടും ബയൺ മ്യൂണിക്ക് പുറത്താക്കുമ്പോൾ ഇതേ ആർബലോയാണ് ആ ഡഗൗട്ടിലിരിക്കുന്നത് അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ആർബലോയെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. മാത്രമല്ല ആ ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫൈറ്റാണ് റയൽ മാഡ്രിഡ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇൻറ്റൻഷൻ പ്രോപ്പറായിരുന്നു. ചത്ത് കളിച്ച കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ചിലർ അത്ര ചാവാൻ റെഡി അല്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവരെ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതൊന്നും ഒരു കാര്യമേ അല്ല അല്ലേ. കാരണം ചാമ്പ്യൻസ് ലീഗ് അടിക്കാത്ത സീസൺ എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിലിയർ എന്ന രീതിയിൽ തന്നെ കണക്കാക്കണം. അതോടൊപ്പം തന്നെ ലീഗ് ടൈറ്റിലും ചാമ്പ്യൻസ് ലീഗും കോപ്പ ഡെൽ റേ ഇല്ലാത്തൊരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു യമണ്ടൻ ഫെയിലിയർ എന്ന രീതിയിൽ തന്നെയാണ് കണക്കാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളത് ഒരു എക്സ്ക്യൂസേ അല്ല റയലിനെ പോലത്തെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ കമവിംഗയുടെ ആ ഒരു തോന്നിയാസം, ആ ഒരു മണ്ടത്തരം, എനിക്ക് തോന്നുന്നത് കമവിംഗയുടെ അവിടുത്തെ ഫ്യൂച്ചർ ഇതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ മത്സരത്തിലും ആളുടെ പെർഫോമൻസ് വാസ് വെരി വെരി ബാഡ് അല്ലേ. പിന്നെ ഇതാണ് എലീറ്റ് കോച്ചുമാർ വരുത്തുന്ന ചില ചേഞ്ചുകളുണ്ട്. അത് ചിലപ്പോൾ മത്സരത്തിന് തന്നെ ഗതി മാറ്റിമറിക്കുമായിരിക്കും പോസിറ്റീവായിട്ട്. ഇവിടെ നെഗറ്റീവായിട്ടാണ് ആർബലോയുടെ ചേഞ്ച് വർക്കായത്. അതേപോലെ തന്നെ കോമ്പനിയുടെ ചേഞ്ചസ് മത്സരത്തിൽ ഗുണം ചെയ്യുന്ന ചിത്രവും നമുക്ക് കാണാൻ സാധിച്ചു. കോമ്പനി ആ ഒരു കോണിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ കരിയറിലല്ലേ. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബയണിനെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് സക്സസ് ഒന്നും വലിയ കാര്യമുള്ള സംഭവമല്ല. അവർക്കും വേണ്ടത് ഈ ഒരു ടൈറ്റിൽ തന്നെയാണ്. ഒരു 6 തവണ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ്. 7ാമത്തെ ആ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തോടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിലാണ് അവസാനമായിട്ട് അവർ ഈ കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് അവരുടെ സക്സസ് അളക്കുന്നതും ആ രീതിയിൽ ഈ ടൈറ്റിൽ അടിച്ചത് കൊണ്ട് തന്നെയാണ്. കാരണം
ബുണ്ടസ് ലീഗയിൽ അവർ തന്നെയാണ് വമ്പന്മാരെന്നുള്ള കാര്യം സംശയമാണ്. മാത്രമല്ല ഈ കോമ്പനിയുടെ ടീം ചരിത്രം തിരുത്തി കുറിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 105 ഗോളുകൾ ബുണ്ടസ് ലീഗയിൽ അടിച്ചു കഴിഞ്ഞു. ഇനിയും 5 മത്സരങ്ങൾ എങ്ങനെ അവിടെ കളിക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ബുണ്ടസ് ലീഗയിലെ ഗോൾ സ്കോറിംഗ് റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. ആ രീതിയിലുള്ള അറ്റാക്കിംഗ് ഫ്ലെയർ ബ്യൂട്ടിഫുൾ ഫുട്ബോളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് റിസ്ക് ഉണ്ടോ? റിസ്ക് എടുക്കുന്നുണ്ട്. റിസ്ക് നല്ലോണം എടുക്കുന്നുണ്ട്. അവരുടെ സിസ്റ്റത്തിലെ ഫ്ലോസ്, സിസ്റ്റത്തിലെ പ്രശ്നങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ മത്സരം തന്നെ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ അതായത് 2 ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, പിന്നെ 2 ഡിഫറെൻറ്റ് ഫിലോസഫി കൊളൈഡ് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒന്ന് പൊസഷൻ കീപ്പ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈഡും, മറ്റൊന്ന് വെയിറ്റ് ചെയ്ത് പൊസഷൻ ടേൺ ഓവറിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൈഡ്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര രസമുള്ള കളി. ഒരു ന്യൂട്രലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും താറലി എൻജോയ് ചെയ്തിട്ടുണ്ടാകും ഈ മത്സരവും ബാഴ്സലോണയുടെ മത്സരമൊക്കെ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ ആർസണൽ സ്പോർട്ടിംഗ് മത്സരം 0-0 എന്നുള്ള സ്കോറിന് അവസാനിച്ചിട്ടുണ്ട്. ആ സംബന്ധിച്ചിടത്തോളം അവർ വേണ്ടത് ചെയ്ത് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് സെമി ഫൈനൽ പോലും എത്താൻ പറ്റാത്ത 2 സീസണുകളാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് ഒരു ഡിസാസ്റ്റർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ബയേണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ നാളായിട്ട് അവർ കാത്തിരുന്നിട്ടുള്ളൊരു വിജയമാണ്. കുറേ നാളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 2012 ശേഷം അവർക്ക് റയൽ മാഡ്രിഡിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ഘട്ടങ്ങളിലും അവർ ഏറ്റുമുട്ടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ തന്നെ പല സാഹചര്യങ്ങളിലും അവരുടെ നെഞ്ചു തകർന്നു പോകുന്ന, ഹൃദയം തകർന്നു പോകുന്ന ചില ഡിസിഷനുകൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത് സംഭവിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്കുകൾ അവർ നേരിട്ടുണ്ട്. അതായത് ഈ 2012 ശേഷം സെമി ഫൈനലിൽ അവർ റയലുമായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതും എക്സ്ട്രാ ടൈമിലേക്ക് കടന്നുള്ള വിദാലിന് കിട്ടിയിട്ടുള്ള ആ റെഡ് കാർഡൊക്കെ ഒരു ബയൺ ഫാനും മറക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ്. അതുപോലെ തന്നെ വീണ്ടും സെമി ഫൈനലിൽ പരാജയപ്പെടുന്നു. അതായത് തോമസ് ടുക്കെലിൻ്റെ കീഴിലുള്ളത്. അതിലും എന്താണ് ബെർണബ്യൂവിൽ മാനുവൽ നോയറൊക്കെ മിസ്റ്റേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള മറ്റൊരു മിസ്റ്റേക്ക് നൈറ്റാണ് നമുക്ക് അവിടെ ബെർണബ്യൂവിൽ നിന്ന് കാണാൻ സാധിച്ചത്. പക്ഷേ ഇത്തവണ അവർ ബെർണബ്യൂവിൽ പോയിട്ട് വിജയിക്കുന്നു. മാനുവൽ നോയറിൻ്റെ ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അലയൻസ് അറീനയിൽ മാനുവൽ നോയറിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് മത്സരം തുടങ്ങുന്നത് പോലും എന്നുള്ള കാര്യമാണ്. മാനുവൽ നോയർ അത്ര കൺവിൻസിങ് ആയിട്ടല്ല ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ സ്റ്റാറ്റ് ഞാൻ പറഞ്ഞത് 2007, 2008 ഈ സ്റ്റാറ്റുകൾ ഇവന്മാർ സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ ഡയറക്റ്റ് ഗോളിൽ മാനുവൽ നോയറിൻ്റെ അടുത്ത് നിന്ന് മിസ്റ്റേക്കുകൾ 10 തവണ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി ഗോൾ കീപ്പർമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3-ൽ കൂടുതൽ അത്തരത്തിലുള്ള ഡയറക്റ്റ് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുള്ള മറ്റൊരു ഗോൾ കീപ്പർ ഇല്ലാത്ത കാര്യം വേണം. മാനുവൽ നോയർ ഒരുപാട് ക്ലാസി പെർഫോമൻസുകൾ, ഒരുപാട് കിഡിലൻ സേവുകൾ ഈ മത്സരത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ ആ ഒരു സേവ് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എംബാപ്പയുടെ ആ അറ്റംപ്റ്റ്, ട്രെൻഡിൻ്റെ ആ ഒരു കിഡിലൻ അക്രോസിൽ നിന്നുള്ള ആ സേവ്, അത് വളരെ ക്രൂഷ്യലാണ് ആ മൊമെൻറ്റിലല്ലേ. ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ടൈയിൽ തന്നെ ലീഡ് റയൽ മാഡ്രിഡ് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബയേൺ മ്യൂണിക്കിന് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റി എന്ന് വരില്ല എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ ബയേൺ മ്യൂണിക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കാഴ്ചയുണ്ടായിരുന്നു. എപ്പോഴൊക്കെ സെറ്റ് ബാക്ക് നേരിട്ടപ്പോൾ അവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർത്തും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു ക്രൂഷ്യൽ സമയത്ത് സംഭവിച്ചിട്ടുള്ളൊരു സേവ് ആയിരുന്നു. അപ്പോൾ മാനുവൽ നോയറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ആ രീതിയിലാണ്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ തുടക്കം അത്ര ഗംഭീരമായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ആ തോമസ് ടുക്കെലിൻ്റെ കീഴിലുള്ള ആ ഒരു സെമി ഫൈനൽ ലോസും ഭയങ്കരമായിട്ട് ഹൃദയം തകർക്കുന്ന തരത്തിലൊരു പരാജയമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ ഒരു ബയേൺ ആരാധകനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ആ ഒരു ഗുലേറിൻ്റെ ഗോൾ 35-ാമത്തെ സെക്കൻഡിൽ പറഞ്ഞ സാരത്തിൽ. പക്ഷേ കമ്പനിയുടെ ടീം ഒരു ഫാൻറ്റാസ്റ്റിക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഈ റയൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്യാരക്ടറുള്ള പഴയ റയൽ സൈഡിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമല്ല. ആ പഴയ പേഴ്സണാലിറ്റികളൊന്നും ഇല്ല എന്ന കാര്യമാണ്. പിന്നെ പ്രധാനമായിട്ടും ബോർഡ് ചെയ്തിട്ടുള്ള പ്രശ്നം എന്താ? ടീമിൻ്റെ ബാലൻസ് അങ്ങോട്ട് തല്ലിക്കെടുത്തി. അതാണ് പ്രധാനമായിട്ടും ഇവന്മാർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. പിന്നെ കോച്ചിനെ കൊണ്ടുവരാനെടുത്ത തീരുമാനം, ആ കോച്ചിനെ സാക്ക് ചെയ്തിട്ടുള്ള രീതിയെ, സാക്ക് ചെയ്തതിനുള്ള കാരണങ്ങൾ, ആ പ്ലെയർ പവറിൻ്റെ ആ ഒരു സാധനം അവിടെ കാണുന്നു. പിന്നെ ആർബലോ വരുന്നു. ആർബലോ ഒരു പപ്പറ്റിനെ പോലെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്നു. യെസ്, അവരുടെ ഫോമും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയി. പക്ഷേ ഈ ഡിവാസുകളെ എങ്ങനെ ഒരുമിച്ച് കളിപ്പിക്കുക എന്നുള്ളത് അത് കണ്ടെത്തൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ബാലൻസ് കണ്ടെത്തൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ആർക്കാണെങ്കിലും, ഏത് മാനേജർക്കാണെങ്കിലും. അപ്പോൾ ഇവിടെ ചില റൂത്ത്ലെസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ചിലർ പറയാം എംബാപ്പെ വന്നതിന് ശേഷമാണ് ഈ റിതം പോയത് എന്നുള്ളതായിരിക്കും. കാരണം എംബാപ്പയും മിനിയും ഒക്കെ ഒരു പൊസിഷനിൽ കളിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ സ്ട്രോങ്ങർ പൊസിഷൻ ഒരു ഏരിയയിലാണ്. പക്ഷെ അത് ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാലൻസ് നഷ്ടപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ
റയൽ മാഡ്രിഡിൽ ഈഗോസും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ആ ഈഗോസിനെ മാനേജ് ചെയ്യാൻ പറ്റേണ്ടതായിരുന്നു ഒരു മാനേജർക്ക്. അത് ഷാബി അലോൺസോ അതിൽ ഫെയിലായി. അതുകൊണ്ടാണ് ആളിനെ പറഞ്ഞേക്കേണ്ട ഒരു സാഹചര്യം വന്നത്. പക്ഷേ സ്റ്റിൽ എന്താണ്, എത്ര ഈഗോ മാനേജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ടീമിൽ ബാലൻസ് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലുകൾ ഇല്ലെങ്കിൽ അത് ഏത് മാനേജറെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ ഇത് ചെറിയ തോതിലുള്ളൊരു ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കേണ്ട തരത്തിലുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ വിനിയും എംബാപ്പയും ഒരുമിച്ച് കളിച്ച് വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടികൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ എത്ര അവരെ സുഖിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കാരണം ഈഗോസിനെ ഹാൻഡിൽ ചെയ്യുന്നത് വേറൊരു സംഭവമാണ്. നമുക്കറിയാം, മാനേജ്മെൻറ്റ് തന്നെയാണ് റയൽ മാഡ്രിഡിൽ ഏറ്റവും വേണ്ടത്. ടാക്ടിക്സിലൊക്കെ ഉപരി മാനേജ്മെൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആർബലോ തേനും പാലും ഒക്കെ ഒഴുക്കുന്നുണ്ടായിരുന്നു വായിലൂടെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അത് എത്ര ഒഴുക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ബാലൻസ് കണ്ടെത്തണ്ടേ? അവിടെ ഒരു പ്രോപ്പർ 9 പ്രൊഫൈലിൻ്റെ അഭാവം ഉണ്ടോ? മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള ബാലൻസ് ഉണ്ടോ? അതിനുള്ള എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ വിചാരിച്ചത് ഒരു ഘട്ടത്തിൽ അവർ നല്ല രീതിയിൽ ആ മിഡ്ഫീൽഡ് സെറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. ഇല്ല, കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് കളിപ്പിക്കും വേണം, ബാലൻസും കണ്ടെത്തുന്ന പറഞ്ഞാൽ കോച്ച് സംബന്ധിച്ചിടത്തോളം തലപെരിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമായിരിക്കും. സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ആറ്റിറ്റ്യൂഡ്, അത് ഒക്കെ അങ്ങോട്ട് മാനേജ് ചെയ്തിട്ട് ആ ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നം ഉണ്ടാക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മത്സരത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ മത്സരത്തിൽ വിനി ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മോശമില്ലാതെ കളിച്ചെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലെഗിലും ആൾക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചിട്ടില്ല. കിലിയനെ സംബന്ധിച്ചിടത്തോളം അത്ര ക്ലിനിക്കൽ അല്ലാത്ത രീതിയിൽ തന്നെയാണ് കിലിയനും പെർഫോം ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും ആൾ ഗോൾ അടിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു. ഈ മത്സരം വേറെയും ഗോൾ അടിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല. വിനിക്കും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിനിക്കൊക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സിക്തർ സാധനമൊക്കെ അതൊക്കെ എങ്ങനെ ചങ്ങായി മിസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് മിസ് കിക്ക് ചെയ്യുന്നു. കിലിയൻ എംബാപ്പെ ഒരുക്കി കൊടുത്ത്, കിലിയൻ എംബാപ്പെ എന്നല്ല ഒരുക്കി കൊടുത്തായിരുന്നു, ലെഫ്റ്റിന് ഒരു കട്ട് ബാക്ക് കൊടുത്തുള്ള സാധനം അതെങ്ങനെ മിസ് ചെയ്യുന്നു. വേറെയും അവസരങ്ങൾ ആ ഫൈനൽ തേർഡിലേക്ക്, അതായത് ബയൺ അത്രയും റിസ്കി ഗെയിം കളിക്കുകയാണ്. 2v2 സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചോളം മുതലെടുക്കാനായിട്ട്. കാരണം വെച്ചാൽ അവരുടെ ഫുൾ ബാക്കുകൾ മുമ്പോട്ട് കയറി കളിക്കുകയാണ്. അപ്പോൾ ഉമക്കാനെയും പിന്നെ അതേപോലെ തന്നെ ജോണതൻ ടായും മാത്രമുള്ള സിറ്റുവേഷൻ. അത്തരത്തിലുള്ള റിസ്കി ഗെയിമാണ് അവർ കളിക്കുക. അപ്പോൾ കോർണർ ലേമറും സ്റ്റാനിസിച്ചും ഫസ്റ്റ് ഹാഫിൽ രണ്ടുപേരായിരുന്നു ഫുൾ ബാക്കുകൾ ഉണ്ടായത്. അവർ നന്നായിട്ട് മുമ്പോട്ട് കയറി കളിക്കുന്നു. അതിൽ തന്നെ ലേമറൊക്കെ ചിലപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ഒരു 10 പോലെ കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും, ഹാഫ് സ്പേസുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ്, പൊസഷൻ ടേൺ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ റയലിൻ്റെ പേസി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ കിലിയനും അതേപോലെ തന്നെ വിനിയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും പേസ് ആയിട്ടുള്ള ടെക്നിക്കലി സൂപ്പർബായിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ അവരുടെ ആ ഒരു പിന്നെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവരെ ശരിക്കും ഹേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ അത് മുതലെടുക്കാൻ പൂർണ്ണമായിട്ടും എനിക്കോ എംബാപ്പയ്ക്കോ സാധിച്ചില്ല. പക്ഷേ സ്റ്റിൽ ഈ മത്സരത്തിൽ പിന്നെയും എംബാപ്പെ ആയിരുന്നു ത്രട്ടണിങ് ആയിട്ടുണ്ടായിരുന്നത്. ജൂഡ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം, അത് വേറെ കാര്യം. ജൂഡ് ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഞാൻ പറഞ്ഞിരുന്ന അതല്ല, വിനി ചാമ്പ്യൻസ് ലീഗിൽ റയലിന് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. ആ 7ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട്, 7ാം നമ്പർ ജേഴ്സി ഇതിന് മുമ്പ് ആരാണ് ധരിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 5 കൺസെക്യൂട്ടീവ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ ഇപ്പോൾ 10+ ഗോളുകൾ അടിക്കുന്ന ആളായിട്ട് മാറിയാണ് ക്രിസ്ത്യാനോയ്ക്ക് ശേഷം വിനി ജൂനിയർ. അപ്പോൾ ഈ മത്സരത്തിലും അസിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അറ്റംപ്റ്റ് ബാറിൽ തട്ടി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ അതിലുള്ള എന്താ സംഭവം എന്ന് വെച്ചാൽ ആൾ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആളിനെ പിൻവലിക്കുന്നതിന് പകരം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന, എഫേർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ആ എഫേർട്ട് ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന ബ്രഹീമിനെ എന്തിന് പിൻവലിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ച് വരുത്തേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കമവിങ്ങിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫെഡെ വാൽവർദെ ആയിരുന്നു ചമീനയുടെ ആബ്സെൻസിൽ ആ DM റോൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഫെഡയും ജൂഡും ഡബിൾ പിവോട്ടിൽ, ജൂഡ് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നു. ഫെഡെ ശരിക്കും ആ ഡിഫൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ റിതം തെറ്റിക്കുന്ന തരത്തിലുള്ള സബ്ബാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. കമവിംഗ കോൺഫിഡൻസിലേ അല്ല എന്നുള്ളത് റയലിൻ്റെ മത്സരങ്ങൾ, റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ കാണുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തിന് പിന്നെ അത്തരത്തിലുള്ള റിസ്ക് എടുത്തു? ഓക്കെ, ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ബ്രഹീമിനെ പോലെ കൂടുതൽ പ്രസ് ചെയ്യുന്ന, കൂടുതൽ എഫേർട്ട് ഇടുന്ന, കൂടുതൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ചെങ്ങാൻ എന്തിന് പിൻവലിച്ചു? വിനിയല്ലായിരുന്നു പിൻവലിക്കേണ്ടിരുന്നത്. യെസ്, വിനിയുടെ ആ ഒരു നെയിം ബിഗ് ആണ്, അതുകൊണ്ട് പിൻവലിച്ച് കഴിഞ്ഞാൽ പണി വാളും എന്നുള്ളത് കൃത്യമായിട്ടും ആർബലോക്ക് അറിയാം അല്ലേ? ആർബലോയുടെ പുസ്തകത്തിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല നമുക്കറിയുന്നതാണ്. അത് അങ്ങനെയാണ് ചില പിന്നെ ബിഗ് ഈഗോസിനെ മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഡെലിവറി ചെയ്യണം. അത് ഡെലിവറി ചെയ്യാനും എനിക്ക് സാധിച്ചില്ല. ഞാൻ പറയാം, ബയൺ മ്യൂണിക്ക് അടിച്ചിട്ടുള്ള ഗോളുകളിലൊക്കെയുള്ള ഇവരുടെ ലാക്ക് ഓഫ് ഇൻറ്റൻസിറ്റി, ലാക്ക് ഓഫ് പ്രസ്സിങ്, അതൊക്കെ കാരണം തന്നെയാണ്. നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ബ്രേവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ ഈ ചങ്ങായി സാധിച്ചില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ആർബലോയുടെ സബ്ബാണ്, അല്ലെങ്കിൽ 2 മാനേജർമാരുടെ സബ്ബുകൾ ഗെയിം ചേഞ്ച് ചെയ്യുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമവിങ്ങയുടെ തോന്നിയാസമുണ്ട്. അപ്പോൾ അതാണ് ആർബലോയുടെ ചിന്ത, അതാണ്
വിനിയെ നിർത്തി കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മാജിക്കൽ മൊമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്ലെയറാണ്. നമുക്കറിയാം അത്തരത്തിലുള്ള ക്വാളിറ്റി ഫുട്ബോളറാണ്. പക്ഷേ ചില ദിവസങ്ങളിൽ ചില പ്ലേയേഴ്സിൻ്റെ ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ബ്രേവായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചേഞ്ച് വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. ബയൺ മ്യൂണിക്ക് ഭയങ്കര കളക്റ്റീവ് എഫേർട്ട് അവരുടെ ഭാഗത്ത് നമ്മൾ കാണുമ്പോഴേ റയലിൻ്റെ ഫ്രണ്ട് പ്ലെയേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു പിന്നെ ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവം തന്നെയാണ്. അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ 2v2 സിനാരി ഉണ്ടാക്കാനായിട്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ കാലുമ ബോൾ ഇട്ടും ഒന്ന് പ്രസ് ചെയ്തുകൂടെ, ഒന്ന് എഫേർട്ട് ഇട്ടൂടെ, ഒന്ന് വേണ്ട. ലാസ്റ്റ് ഇപ്പോൾ എംബാപ്പെ 10 പേരായിട്ട് ചുരുക്കിയിട്ടുള്ള സാഹചര്യത്തിലാണല്ലോ ലൂയിസ് ഡിയാസിൻ്റെ ഗോൾ വന്നത്. ലൂയിസ് ഡിയാസ് കട്ട് ഇൻസൈഡ് ചെയ്തിട്ടൊരു സാധനം അടിച്ച് കയറ്റാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അത് ഗോളായത്. അവിടെ ആ ഫ്ലിക്ക്, നല്ലൊരു ഫ്ലിക്കും കാര്യങ്ങളൊക്കെ പിന്നെ ലൂയിസ് ഡിയാസ് ഔട്ട്സൈഡ് ദ ബോക്സിലാണ്. കിലിയൻ എംബാപ്പെ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയിരുന്നോ? കിലിയൻ എംബാപ്പെ അനങ്ങുന്നില്ല, തൻ്റെ ടീംമേറ്റ്സ് ഡിഫെൻഡ് ചെയ്ത് നോക്കുക. 10 പേരായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. കുറച്ച് നേരം കൂടി ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് നേരം കൂടി ഡിഫെൻഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും വന്ന് ഡിഫെൻഡ് ചെയ്യണ്ടേ? കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ ഓൾറെഡി. ഇപ്പോൾ വിനി ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും വലിയ തോതിൽ എഫേർട്ട് ഇടേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല, ഓൺ ദ ബോൾ ഇട്ടു എന്നല്ലാണ്ട്. അപ്പോൾ ആ ടീമിന് വേണ്ടിയിട്ട് ഒന്ന് താഴോട്ടിറങ്ങി വന്നത് ഹാരി കെയ്ൻ താഴോട്ടിറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഹാരി കെയ്ൻ സ്ട്രൈക്കറാ, ട്രഡീഷണൽ സ്ട്രൈക്കറാ. യെസ്, ആളും ഡ്രോപ്പ് ചെയ്ത് വരുന്ന തരത്തിലുള്ള ചങ്ങയാണ്, അതിനുള്ള ഫ്രീഡം കാര്യങ്ങളുണ്ട്, കാരണം അതിനുള്ള എബിലിറ്റി ഉള്ള ചങ്ങയാണ്. ഒലീസായി ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? ലൂയിസ് ഡിയാസ് ഒരു പ്രാന്തനെ പോലെ ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? അത് അദ്ദേഹത്തിൻ്റെ മെയിൻ സംഭവമാണ്, മെയിൻ USP ആയിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ആ ഒരു മാഡ്നെസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ. ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ച് ഡിഫെൻഡ് ചെയ്യും. അതൊക്കെ ഒരു മാനേജ് സംബന്ധിച്ചോളം ഭയങ്കര ഒരു എക്സ്ട്രാ സാധനമാണ്. അങ്ങനെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് അവിടെ. ബ്രഹീം അങ്ങനെ ചെയ്യുന്ന ഒരുത്തനായിരുന്നു, ആ ബ്രഹീമിനെ പിൻവലിക്കുന്നു. ഫെഡേനെയാണ് പിന്നെ ഫെഡെ നന്നായിട്ട് ആ ഒരു DM റോളിൽ കൈകാര്യം ചെയ്യുന്ന ഫെഡേനെ പിടിച്ച് റൈറ്റിലേക്ക് നീക്കി, നോ പ്രോബ്ലം. പക്ഷെ സ്റ്റിൽ കമോയിങ്ങനെ കൊണ്ടുവന്നത്, കമോയിങ് കോൺഫിഡൻസിൽ കളിക്കുന്ന ഒരാളല്ല. അതാ പറഞ്ഞ ഈ ലാക്ക് ഓഫ് എഫേർട്ട് കൃത്യമായിട്ടും ഈ പ്ലേയേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും സൂപ്പർ സ്റ്റാറുകളാണ്, എല്ലാവരും വിചാരിക്കുന്നത് എന്തൊക്കെയോ ആണെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എഫേർട്ട് ഇടണ്ടെന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ അല്ലല്ലോ, എഫേർട്ട് കൂടി വേണ്ടേ? അതും ഗെയിമിലുള്ളൊരു കാര്യമല്ലേ. ബയൺ മ്യൂണിക്കിൻ്റെ ഗെയിമിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നില്ലേ? PSG ഗെയിമിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റുന്നില്ലേ? ഇല്ലേ? അപ്പോൾ അതാണ് കിലിയനെ സംബന്ധിച്ചിടത്തോളം ആളുടെ സീസൺ നമ്പേഴ്സ് നോക്കി കഴിഞ്ഞപ്പോൾ 40 ഗോളുകളായി ഓവറോൾ ഗോളുകൾ. ഇൻഡിവിജ്വൽ സീസൺ നല്ലതാണ്, പക്ഷേ കളക്റ്റീവ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം. കളക്റ്റീവ് സാധനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ടീമിൻ്റെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ആ ബാലൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ബാലൻസ് ഇനി തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. വിനിയോ എംബാപ്പയോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ജൂഡൊക്കെ ചത്ത് കളിച്ചിട്ടുണ്ട്, റുഡിഗർ ചത്ത് കളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മെലിറ്റാവോ ശരിക്കും എഫേർട്ട് ഇട്ട് കളിച്ചിട്ടുണ്ട്. മെൻഡി ഫസ്റ്റ് ഹാഫിൽ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒലീസിനെ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായില്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ലെഗിൽ കരേരാസിനെ ടോസ്റ്റ് ചെയ്ത് പോകുന്ന ഒലീസിനെ നമ്മൾ ഒരുപാട് കണ്ടതായിരുന്നു. പക്ഷേ മെൻഡി 1v1 നല്ലൊരു ഡിഫൻഡറാണ്. അത് പല മാനേജർമാരും അക്നോളജ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് റയൽ മാഡ്രിഡിൽ. ഫിറ്റായിട്ടിരിക്കാൻ പറ്റില്ല, പിന്നെ എന്താ ചെയ്യുക? ഫിറ്റായിട്ടിരിക്കണ്ടേ, അല്ലാതെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഒലീസ സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ഒലീസയുടെ ഗെയിം മാറിയത്? ഒലീസ പിന്നെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ആൾ ഇൻ്റലിജൻ്റ് ആണ്. ആൾ ആ വൈഡായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കളിക്കുന്നത്. അതിന് പകരം കുറച്ചുകൂടെ സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങി. അപ്പോൾ മെൻഡി ടയേർഡായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ്, വലിയ തോതിൽ സപ്പോർട്ട് കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നു തുടങ്ങി അവരിരുന്നു. ഗുലേർ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടായിരുന്നു കൂടെ. പക്ഷേ പിന്നെന്താണ്, ഈ സെൻട്രൽ ഏരിയയ്ക്ക് വന്നോടുകൂടിയിട്ട് മെൻഡിനെ സംബന്ധിച്ചോളം അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ അതൊരു പ്രശ്നമായി. അപ്പോൾ ഒലീസ പിന്നെ ഡാൻസ് ചെയ്ത് തുടങ്ങി. ഒലീസയുടെ ഡാൻസിങ് ഫീറ്റ്, ആ കേളർ സാധനം, അതായത് ഒലീസ എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? കട്ട് ഇൻസൈഡ് ചെയ്തിട്ടൊരു സാധനം അടിക്കും, ആ കേളർ അടിക്കും. പക്ഷെ അത് തടയാൻ സാധിക്കുന്നില്ല. ആളുടെ അടുത്ത് ബോൾ കിട്ടാത്ത സാഹചര്യങ്ങൾ. ഒന്ന് ലുനിൻ സേവ് ചെയ്തു, മറ്റത് പുറത്തേക്ക് പോയി. പക്ഷെ പിന്നെ എന്താണ്, അവസാനം അടിച്ചത് അങ്ങോട്ട് കയറി പോസ്റ്റ് തട്ടിട്ടുള്ളിലേക്ക് പോയി. പ്ലേയാ, അതായത് ഔട്ട്സൈഡും ഇൻസൈഡും വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് മൈക്കൽ ഒലീസ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് ചങ്ങായി പോകുക എന്നുള്ളത് ഒരു ഫുൾ ബാക്കിനെ സംബന്ധിച്ചോളം പ്രെഡിക്റ്റ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര രസമാണ്. ഭയങ്കര ടെക്നിക്കലി സൂപ്പർവായിട്ടൊരു പ്ലെയറാണ്, പ്ലേ മേക്കർ കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ലേക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവരുടെ റൊട്ടേഷൻ തന്നെ ഭയങ്കര രസമാണ്. ഈവൻ ഉപമക്കാനോ ഡിഫൻസിൽ നിന്നൊക്കെ ബോൾ ക്യാരി ചെയ്ത് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്താ, മറ്റൊരാൾ കവർ ചെയ്താൽ മതി. ഉപമക്കാനോ ഒരു 10 പോലെയാണ് ഹാരി കെയ്ൻ്റെ ഗോളിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്രീഡം ഉണ്ട്. പ്ലേയേഴ്സ് സംബന്ധിച്ചിടത്തോളം പല പൊസിഷൻസ് അവർക്ക് ഏറ്റെടുക്കാൻ പറ്റും ഈ കമ്പനിയുടെ സിസ്റ്റത്തിൽ. അതിനനുസരിച്ചുള്ള കവറിങ് ബാക്കിയുള്ളവർ
കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ റിസ്ക് ഉണ്ട്. ഈ ഡിഫൻസിന് പുറകിലൂടെയുള്ള സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഉള്ളൂ. അത് റയൽ മാഡ്രിഡ് അവർ പലപ്പോഴും എക്സ്പ്ലോയിറ്റും ചെയ്തു. ആ റെഡ് കാർഡ് കിട്ടുന്നവർ അവർ ഗെയിമിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ട കാര്യമുണ്ട്. ഗെയിമിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവരുണ്ടായിരുന്നു. പിന്നെ 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 എന്താണ് നമ്മൾ മത്സരത്തിൽ ബാക്കിയുള്ള സംഭവ വികാസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒലീസനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒലീസയുടെ റെക്കോർഡ് 18 ഗോളും 29 അസിസ്റ്റുകളും. അതായത് 29 അസിസ്റ്റുകൾ യൂറോപ്പിൽ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള അസിസ്റ്റ് നമ്പേഴ്സാണ് അദ്ദേഹം നെയ്തെടുത്തിട്ടുള്ളത്. വാട്ട് എ പ്ലെയർ മാൻ. ലൂയിസ് ഡിയാസ് 24 ഗോളും 18 അസിസ്റ്റുകളും. അതായത് ആര്യൻ റോബനോ റിബറിയോ ഒക്കെ ഗ്രേറ്റ് ഫുട്ബോളേഴ്സ് ആയിരുന്നു അല്ലേ. അവരെക്കാളൊക്കെ ബെറ്റർ നമ്പേഴ്സ് ഇപ്പോൾ ലൂയിസ് ഡിയാസിൻ്റെ ഫസ്റ്റ് ബാർമണിക് ക്യാമ്പയിനിൽ ഗോൾ കോമ്പറ്റീഷനിൽ നെയ്തെടുത്തിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഗ്രിൻറ്റ് ആ ഒരു പിന്നെ സൗത്ത് അമേരിക്കൻ സാധനമുണ്ട്, കൊളംബിയക്കാരൻ്റെ സാധനമുണ്ട്. ഓവറോൾ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നൊരു പ്ലെയറിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ബൈറ്റ്, അതൊക്കെ ഉണ്ട്. ഇതുള്ള കാര്യം ഓർക്കണം. ഹാരി കെയ്ൻ 50 ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഈ സീസണിൽ. 50 ഗോളുകൾ. ഹാരി കെയ്ൻ ഒരു രക്ഷയില്ലാത്ത ഒരു സ്ട്രൈക്കറാണ്. ഗ്നാബ്രി കുറച്ച് ഡള്ളായിരുന്നു. അതേപോലെ തന്നെ കോമ്പനി അംസറും അൽഫോൺസോ ഡേവിസിനെ ആ ഒരു ഹാഫ് ടൈമിൽ കൊണ്ടുവരാനുള്ള തീരുമാനമൊക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ എനിവേ മത്സരം എന്താണ് 35 സെക്കൻഡുകളിൽ ഗുലേർ ഗോളടിക്കുകയാണ്. നേരെ പാസ് കൊടുക്കുകയാണ് ഗുലേർക്ക്. നോയർ ദുരന്തം മിസ്റ്റേക്ക്. പക്ഷെ അവിടെ ആ മിസ്റ്റേക്ക് സംഭവിച്ചെങ്കിൽ പോലും ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അങ്ങനെ ഒരു ഗോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും ടെക്നിക്കൽ എബിലിറ്റി വേണം. അതുണ്ട് ഗുലേറിന്. കാരണം സ്വന്തം ഹാഫിൽ നിന്ന് ഗോളടിക്കാൻ പറ്റുന്നൊരു ചങ്ങായിയാണ്. ഓൾറെഡി ഈ സീസണിൽ എൽച്ചക്കെതിരെ നമ്മുടെ മുമ്പിൽ തെളിയിച്ചുള്ളൊരു ചങ്ങായിയാണ് ഗുലേറിൻ്റെ ഒരു സെൻസേഷണൽ ഗോളിലൂടെ മത്സരം തുടങ്ങുകയാണ്. റെമോൺടാഡ സാധ്യമാണോ? റയലിൻ്റെ ആരാധകരൊക്കെ ആ ഒരു സാഹചര്യത്തിൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. മത്സരം പുരോഗമിക്കുന്നു. പിന്നെ ബായൻ്റെ തിരിച്ചുവരവാണ് നമ്മൾ കാണുന്നത്. കോർണറിൽ നിന്ന് ലുനിൻ, അതായത് ശരിക്കും മിസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്ലെയർ റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞാൽ തിബോ കോർട്ടുവാണ്. തിബോ കോർട്ടുവയെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചതാണ്. വീണ്ടും സംസാരിക്കേണ്ട തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ ആളൊരു ഒരു ഒരു വല്ലാത്തൊരു കീപ്പറാണ്. എൻ്റെ കണ്ണിൽ നിലവിലത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച കീപ്പർ അത് തിബോ കോർട്ടു തന്നെയാണ്. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്നത് ചെങ്ങായിയാണ്. പല സാഹചര്യങ്ങളും അങ്ങനെ ഒറ്റയ്ക്ക് കളി ജയിപ്പിച്ചിട്ടുണ്ട്. യെസ്, അപ്പുറത്ത് ഗോളടിക്കുന്നവർ തന്നെയാണ് കൂടുതലും ഹീറോകളായിട്ട് കണക്കാക്കാറുള്ളത്. പക്ഷേ ഈ ചങ്ങായി തടുത്തിടുന്ന സർട്ടൻ ഗോളുകളുണ്ട്, അതായത് ഉറപ്പിച്ചിട്ടുള്ള ഗോളുകളുണ്ട് പലപ്പോഴും ആൾ തടുത്തിടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചങ്ങാനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇഞ്ചുറി പറ്റിയതും ഭയങ്കര ക്ഷീണമായിപ്പോയി റയലിനെ സംബന്ധിച്ചിടത്തോളം. ലുനിനെ സംബന്ധിച്ചോളം കോർണറുകൾ, സെറ്റ് പീസുകൾ, ബോക്സിലേക്ക് വരുന്നതിൽ ഒരു അതോറിറ്റിയും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. നോ മാൻസ് ലാൻഡിലാണ് ചങ്ങായി. എന്താണ് ചെയ്യുന്നതിലൊരു ധാരണയില്ല. ആ ഗോൾ വന്നത് അങ്ങനെ തന്നെയാണ്. കിമിച്ചിൻ്റെ ഫാന്റാസ്റ്റിക് ഡെലിവറി ആണെങ്കിൽ പോലും എന്താണ് പൊസിഷനിങ് തെറ്റ്, ആളുടെ ആൻറ്റിസിപ്പേഷൻ തെറ്റ്. ആരും ആളെ ഫൗൾ ചെയ്യുന്നില്ല, ആരും ആളെ തൊടുന്നു പോലും ഇല്ല. പാവ്ലോവിച്ചിനെ സംബന്ധിച്ചോളം ഏറ്റവും ഈസിയസ്റ്റ് ഗോളാണ് ചങ്ങായിയുടെ കരിയറിൽ അടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സെറ്റപ്പ് എന്തായിരുന്നു? സെയിം ടീമിനെ തന്നെയാണ് കോമ്പനി ഫസ്റ്റ് ലീഗിൽ ഉണ്ടായിരുന്ന സെയിം ടീമിനെ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ലൈമർ ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക് സ്റ്റാനിസിച്ച്, ഉപമക്കാനും അതേപോലെ തന്നെ ജോണതൻ ടായും ഡിഫൻസിൽ, കീപ്പറായിട്ട് ആരാ മാനുവൽ നോയർ, മിഡ്ഫീൽഡ് പാവ്ലോവിച്ചും കിമിച്ചും, ഗ്നാബ്രി 10 ആയിട്ട് റൈറ്റ് സൈഡിൽ, ലീസ് ലെഫ്റ്റ് സൈഡിൽ, ലൂയിസ് ഡിയാസ്, ഹാരി കെയ്ൻ ഡ്രോപ്പ് ചെയ്ത് വരുന്ന അനേകായിരം മൊമെൻറ്റ്സുകൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു. റയലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മെൻഡി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു, അതൊരു പോസിറ്റീവായിട്ട് സംഭവമായിരുന്നു. റൈറ്റ് ബാക്കായിട്ട് ട്രെൻഡ്, കീപ്പറായിട്ട് ലുനിൻ, മിലിറ്റാവോ, റൂഡിഗർ പാർട്ട്ണർഷിപ്പ് അവർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പ്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാലോ മിഡ്ഫീൽഡിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെഡെ ആയിരുന്നു. ചൊമേനിക്ക് സസ്പെൻഷൻ കിട്ടിയുള്ള സാഹചര്യത്തിൽ ജൂഡത്തിന്റെ കൂടെ ഗുലേർ ലെഫ്റ്റിൽ, റൈറ്റിൽ ഇബ്രാഹിം, വിനിയും എംബാപ്പയും 2 ഫോർവേഡ്. അപ്പോൾ 4-4-2 എന്നുള്ള ഷേപ്പിൽ അവരിങ്ങനെ കോമ്പാക്റ്റ് മിഡ് ബ്ലോക്കിൽ നിൽക്കുന്നു. ഭയങ്കര ഹൈ ആയിട്ടാണ് എംബാപ്പയും വിനിയും നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ആ കൗണ്ടറുകൾക്കായിട്ട്, ചാനലുകളിലേക്കുള്ള റണ്ണിനായിട്ട് അവർ റെഡി ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്കറിയാം ഈ ബയൻ്റെ ഫുൾ ബാക്കുകളൊക്കെ മുമ്പോട്ടേക്ക് പോയി കളിക്കുകയാണ്. അവർ റയലിൻ്റെ ഹാഫിലാണ് കളിക്കാൻ ശ്രമിക്കുക. പക്ഷേ പൊസിഷൻ ടേൺ ഓവർ സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നടത്താമെന്ന രീതിയിലാണ് അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. അത് വർക്കൗട്ട് ആകുന്ന സാഹചര്യം നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചു. പിന്നെ പാവ്ലോവിച്ചിൻ്റെ ഗോളിന് ശേഷവും വിനി കിമിച്ച് ഇൻസിഡൻറ്റ് തുടക്കത്തിൽ എന്തിനാ അതിൻ്റെ ആവശ്യം? കിമിച്ചിനെ പുഷ് ചെയ്യുന്ന വിനീനെ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ നോയറിൻ്റെ മറ്റൊരു മിസ്കിക്ക് നമ്മൾ കാണുകയാണ്. പിന്നെ മിലിറ്റാവോനെ പ്രസ് ചെയ്തിട്ട് മിലിറ്റാവോയുടെ ഒന്നും പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ട്, പക്ഷേ മിലിറ്റാവോ തന്നെ അത് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോക്സിലേക്ക് ചാടി വന്ന് 2 ഫൂട്ട് കൊണ്ടും ചാടി വന്നതാണ്. കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് നമുക്ക് തോന്നുമായിരിക്കും. എനിവേ അത് എന്തായാലും അവിടെ മിലിറ്റാവോ റിക്കവർ ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ വിനിയുടെ പാസ്, കിലിയൻ്റെ ലെഫ്റ്റിലൂടെയുള്ള റണ്ണ്, വിനിയുടെ പാസ് വാസ് ഫാന്റാസ്റ്റിക്. പക്ഷേ ബോക്സിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തിൽ സ്ലിപ്പായി. എംബാപ്പെ പല സാഹചര്യങ്ങളും ഇങ്ങനെ സ്ലിപ്പായിട്ട്
ഷോട്ട് അൺലീഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചിലതൊക്കെ ഗോളാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിവിടെ കോൺട്രാക്ട് ലെയ്മർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് ചങ്ങായിനെ കൃത്യസമയത്ത് ചങ്ങായി സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ക്ലിനിക്കൽ നേച്ചർ ഇല്ല റയലിൻ്റെ ഗെയിമിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഉപമക്കാനോടെ ഫാൻറ്റാസ്റ്റിക്. ഉപമക്കാരൻ വിനി വിചാരിച്ച് ഉപമക്കാരനെ മറികടന്ന് പോയിന്നുണ്ട്. പക്ഷേ ഉപമക്കാനോടെ റിക്കവറി പേസ്, ഉപമക്കാനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ബിഗ് മത്സരങ്ങളിൽ പലപ്പോഴായിട്ട് ചങ്ങായി ബിഗ് ഫക്കപ്പുകൾ നടത്തുന്നത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ബെർണബേയിൽ അത്തരത്തിലുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ഈ മത്സരത്തിലും അത്തരത്തിലുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ആ ഒരൊറ്റ മൊമെൻ്റ് അത് ആൾ തന്നെ റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. വിനിക്കത് മുതലെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഓവറോൾ ഉപമക്കാനോ ഹാഡ് എ ഫാൻറ്റാസ്റ്റിക് ഗെയിം. ഫ്രാൻസിന് വേണ്ടി വേൾഡ് കപ്പിൽ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല വീക്ക് ഇൻ വീക്ക് ഔട്ട് ബയറിന് വേണ്ടിയിട്ട് കിടിലം പെർഫോമൻസുകളാണ് ചങ്ങായി പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ വീക്ക് ഇൻ വീക്ക് ഔട്ട് ബയറിനൊക്കെ കളി കാണാത്ത ഒരാളാണ്. പക്ഷേ ഉപമക്കാനോടെ പേസും ആളുടെ ബോൾ പ്ലേയിങ് എബിലിറ്റിയും ആളുടെ റണ്ണിങ് എബിലിറ്റിയും ആളുടെ എനർജി ലെവലും ഒക്കെ ഈ മത്സരത്തിലും ബയറിന് കാര്യമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം വെച്ചാൽ ഭയങ്കര റിസ്കി അപ്രോച്ചാണല്ലോ അവർ എടുക്കുന്നത്. അപ്പോൾ അതിന് റിക്കവറി പേസ് കാര്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അത് കൃത്യമായിട്ടും യൂസ് ചെയ്യാൻ ഉപമക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആൾക്ക് 1-2 ഗോളുകൾ അടിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഉപ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അപ്പോൾ അവിടെ ടാക്കിൾ ചെയ്തിട്ട് ആൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടായിരുന്നു. പിന്നെ മത്സരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റ് ആയിട്ടുള്ളത് ഫെർലാൻ മെൻഡി ബോക്സിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ ജോണതൻ ടാ പിടിച്ച് വീഴ്ത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത്. അവിടെ എന്താ സംബന്ധിച്ചാൽ അവിടെ മെൻഡി വീഴുന്നതിനോടൊപ്പം ജോണതൻ ടാനെയും ആളുടെയും ഷർട്ട് പിടിച്ച് വീഴ്ത്തുന്നുണ്ട്. അപ്പോൾ അതൊരു 50-50 സാധനമാണ്. അതൊരു പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഫ്റ്റ് ആയിരുന്നേനെ അത് കൊടുത്തിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റെഫറി കൊടുക്കാതിരുന്നത് അവിടെ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ വിനി സ്വിച്ച്ഡ് ഓഫ് ആയിട്ടുള്ള സാഹചര്യത്തിൽ, അതായത് കോർണറാണ്, ആ കോർണറിൽ കുറച്ചൊന്ന് അത് മെൻറ്റാലിറ്റിയുടെ ഒരു പ്രശ്നമാണത്. ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി കിട്ടണം എന്നുള്ളൊരു സാധനമുണ്ട്. അതവിടെ വിനി കാണിക്കുന്നില്ല. കിമ്മിച്ച് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു, അങ്ങനെ അത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റയൽ ഇതിനിടയിൽ കൗണ്ടറിൽ നിന്ന് ത്രട്ടൻ ചെയ്യുന്നു. വെനിയുടെ ക്രോസ് നോയർ എങ്ങനെയൊക്കെ തട്ടി മാറ്റുന്നു. പക്ഷേ ഇതിനെന്താണ് എഡ്ജ് ഓഫ് ദ ബോക്സിൽ ബ്രഹീമിനെ ഫൗൾ ചെയ്തു എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ലെയ്മർ തന്നെയല്ലേ. പക്ഷെ അവിടെ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫൗളാണ്. ഫൗൾ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ ആ ഫ്രീ കിക്ക് എടുക്കുന്നത് ഗുലേറാണ്. ഗുലേർ ഫ്രീ കിക്ക് എടുക്കണം. ഗുലേർ അമ്മാതിരി കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ബോൾ സെറ്റ് ചെയ്ത് ശരിയാണോ എന്നുള്ള മറ്റൊരു ചോദ്യം, നോയറിൻ്റെ പൊസിഷനിങ് ശരിയാണോ എന്ന് മറ്റൊരു ചോദ്യം, നോയറിൻ്റെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ ശരിയാകുന്നുള്ള മറ്റൊരു ചോദ്യം. നോയർ അവിടെ എംബാരസ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിലുള്ള ഡിപ്പ്, അതിലുള്ള ആ ഒരു ടെക്നിക്, എവറിത്തിങ് വാസ് ബ്രില്യൻറ്റ്. ഗുലേർ വീണ്ടും കൂടി ചെയ്യണം. അതായത് ആർദ ഗുലേർ ഒരു ഗ്രേറ്റ് പ്രോസ്പെക്റ്റാണ്, ഗ്രേറ്റ് ടാലൻ്റാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. വേൾഡ് കപ്പിൽ ആർദ ഗുലേറും യിൽഡിസൊക്കെ കൂടിയിട്ട് തുർക്കിക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗുലേറിനെ സംബന്ധിച്ചിടത്തോളം ഗ്രോ ചെയ്തു വരികയാണ് ചങ്ങായി അല്ലേ. ഓരോ ആഴ്ചകൾ കഴിയുന്തോറും, ഓരോ സീസണുകൾ കഴിയുന്തോറും റയൽ മാഡ്രിഡിൽ ഗ്രോ ചെയ്തു വരുന്നുണ്ട് ആർദ ഗുലേർ. കാരണം അത്തരത്തിലുള്ള ടെക്നിക്കബിലിറ്റി, മെൻറ്റാലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണതുണ്ട്. മത്സരത്തിന് ശേഷം ചങ്ങായി റെഫറിയുടെ നേരെ ഓടിയതൊന്നും അത്ര സുഖമായിട്ടുള്ള കാര്യമല്ല. ആൾക്ക് റെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അത് എഫക്റ്റീവ് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിവേ ആ ടെക്നിക് വാസ് ബ്രില്യൻ്റ്. എളുപ്പമല്ലല്ലോ നോയറിനെതിരെ അത്തരത്തിലൊരു ഫ്രീ ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ. പക്ഷേ നോയറിൻ്റെ മിസ്റ്റേക്ക് അവിടെ ഉണ്ട് എന്ന് പറയാമെങ്കിലും ഗോളിൽ നിന്നൊന്നും നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോക്കും റോബർട്ടോ കാർലോസിനും ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ചാമ്പ്യൻസ് ലീഗിൽ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് 2 ഗോളുകൾ റയൽ മാഡ്രിഡിന് വേണ്ടി അടിക്കുന്നത്. റോബർട്ടോ കാർലോസിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ശേഷം, അതും ബയൺ മ്യൂണിക്കിനെതിരെ. അങ്ങനെ 2-1 ലീഡ് റയൽ മാഡ്രിഡിന് കൊടുക്കുകയാണ്. അഗ്രിഗേറ്റ് സ്കോർ എന്താണ് 3-3 എന്നുള്ള നിലയിലേക്ക് എത്തിച്ചു. അവസരത്തിൽ റയൽ ബാക്ക് ഇൻ ദ ഗെയിം. അങ്ങനെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പറഞ്ഞ പോലെ കോർണറുകളുടെ ഗലോറായിരുന്നു ബയണിന് കിട്ടുന്നുണ്ടായിരുന്നത്. റയലിന് ഫസ്റ്റ് കോർണർ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഹാരി കെയ്ൻ എങ്ങനെയാണ് ഗോളടിച്ച് മത്സരത്തിലേക്ക് വീണ്ടും ബയൺ മ്യൂണിക്കിനെ തിരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അതിലുള്ള സംഭവം എന്താണെന്നറിയാം. അതിൽ 2 സംഭവം, അത് ഹാഫ് ഹാർട്ടഡ് സാധനങ്ങളുണ്ടല്ലോ. അതായത് ഫുൾ ഹാർട്ട് കൊടുക്കാതെ ഒരു ചാലഞ്ചൊക്കെ നടത്തി കഴിഞ്ഞാൽ അതൊന്നും ഫുട്ബോളിൽ നടപടിയാവില്ല. അപ്പോൾ അവിടെ ബോൾ വിൻ ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു കിലിയൻ എംബാപ്പയ്ക്ക്. ആ ഹെഡർ ആ ഒരു സാഹചര്യത്തിൽ അത് റയലിൻ്റെ ഏരിയയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ കിലിയനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡ്യൂല് വിൻ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു ഒലീസയാണ് അവിടെ ആ ഡ്യൂല് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒലീസ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് അത് ഉപമക്കാനിലേക്ക് എത്തുമ്പോൾ വിനി ജൂനിയർ ഉണ്ട് അവിടെ ഉപമക്കാനയുടെ മുമ്പിൽ. വിനി അവിടെ അങ്ങനെ ഒരു ആളില്ലാത്ത പോലെയാണ് ഉപമക്കാൻ ആളിനെ മറികടന്ന് പോകുന്നത്. ഫാൻറ്റാസ്റ്റിക് ഫുട് വർക്ക് അവിടെ ഉപമക്കാനെ കാഴ്ചയെങ്കിലും കുറച്ചും കൂടെ ഒരു ഹാർട്ട് ഇട്, കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇട്.
ഉപമക്കാരൻ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു, എന്നിട്ടാണ് ആ പാസ് പിക്ക് ചെയ്യുന്നത്. ഹാരി കെയിൻ കൊടുത്തുള്ള പാസ് ത്രൂ വാസ് ഫാൻറ്റാസ്റ്റിക് ബോളാണ്. പക്ഷേ എന്താ പറയുക, ഒരു ബയൺ പ്ലെയർ അങ്ങനെ ചെയ്യുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബയൻ്റെ അറ്റാക്കിംഗ് പ്ലെയർ ആ രീതിയിലുള്ള ഒരു എഫേർട്ടാണോ ഇടുക? ഇല്ല. അപ്പോൾ ഈ ആ ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി ഇടണം. യെസ്, യു ആർ എ സൂപ്പർ സ്റ്റാർ, ടെക്നിക്കലി സൂപ്പർബായിട്ടുള്ള ഫുട്ബോളറാണ്, ഗെയിം ചേഞ്ചറാണ്, കിടിലൻ ഗോളുകൾ അടിക്കും, ബാങ്ങറുകൾ അടിക്കും, ഒറ്റയ്ക്ക് പല സാഹചര്യങ്ങളും ഗോൾ കണ്ടെത്താൻ കഴിവുള്ള തരത്തിലുള്ള ചങ്ങാണ്. പക്ഷേ സ്റ്റിൽ ടീമിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് കൂടി ഇടേണ്ടത് തന്നെ. അതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ടീം പ്ലെയറിൻ്റെ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളത്. എനിവേ, ഉപമക്കാരുടെ പാസ് വാസ് ഫാന്റാസ്റ്റിക്. റയൽ ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നു. ഡിഫൻസിൽ ആളുടെ ടച്ചും ആളുടെ ഫിനിഷ് വാസ് ബ്യൂട്ടിഫുൾ. ഹാരി കെയിൻ മത്സരത്തിലേക്ക് ബായൺ തിരിച്ചുകൊണ്ട് 2-2 എന്നുള്ള നിലയിലാകുന്നു. 4-3 എന്നുള്ള നിലയിൽ അഗ്രഗേറ്റ് സ്കോറിൽ ബായൺ മ്യൂണിക്കിന് ലീഡ് നേടാൻ സാധിച്ചിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് മെലിറ്റാവൊക്കെ ഒരു യെല്ലോ കാർഡ് കിട്ടുന്നത്. അതും എവിടെയാണ് ചാലഞ്ച് നടത്തിയിരിക്കുന്നത്, വളരെ കയറിപ്പോയിട്ട് അത്തരത്തിലൊരു ചാലഞ്ച് ബയൻ്റെ ഏരിയയിലേക്ക് പോയിട്ട് ചാലഞ്ച് നടത്തേണ്ട ഒരു ആവശ്യമില്ല, യെല്ലോ കിട്ടുന്നു. പിന്നെ ബ്രഹീം ഡിയാസിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു. ബ്രഹീം ഡിയാസിൻ്റെ എനിക്കൊന്ന് ട്രിവേല സാധനമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് എ ബോൾ വിനി ജൂനിയർ കൊടുത്തുള്ളത്. വിനി ജൂനിയർ നല്ലൊരു അറ്റംപ്റ്റ് നടത്തി, പക്ഷേ ബാലിൽ തട്ടി പോകുന്നു. പക്ഷേ വാട്ട് എ ഡെലിവറി മാൻ, വാട്ട് എ ബോൾ ദാറ്റ് വാസ് ഫ്രം ബ്രഹീം ഡിയാസ്. പിന്നെ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ വീണ്ടും ടൈലേക്ക് തിരിച്ചു വരുന്നതും മത്സരത്തിൽ ലീഡെടുക്കുന്നതും. അതിൽ കോമ്പനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ സ്റ്റാനിസിച്ചിനെ അവിടെ റുഡിഗർ ഫൗൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്റ്റാനിസിച്ചൊക്കെ എവിടെയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് അറ്റാക്കിംഗ് ഫേസിലാണ്, റയലിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ അവിടെ പൊസിഷൻ നഷ്ടപ്പെടുത്തുന്നുണ്ട് ആര്, ബായൺ മ്യൂണിക്ക്. ഓക്കെ, പക്ഷേ സ്റ്റാനിസിച്ചിന് അവിടെ റുഡിഗർ ഫൗൾ ചെയ്യുന്നുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് അത് പിന്നെ ഗോളിൽ കലാശിച്ചു, പക്ഷേ എന്തുകൊണ്ട് അത് പിന്നെ VR ഇടപെട്ടിട്ട് ആ ഗോൾ ഡിസലോ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫേസിലല്ല പിന്നെ ഗോൾ സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. കാരണം അത്രയും പുറകിലേക്ക് പോകാൻ പറ്റില്ല അവിടെ. യെസ്, അത് ഫൗളാണ്. പക്ഷേ പിന്നെ ഹാരി കെയിന് അവിടെ പൊസിഷൻ റിക്കവർ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹാരി കെയിൻ്റെ ടച്ച് വാസ് ഹെവി. അങ്ങനെയാണ് പിന്നെ ബോൾ മുമ്പോട്ടേക്ക് റയൽ മാഡ്രിഡ് കൊടുക്കുന്നത്, വിനി ജൂനിയർ കൊടുക്കുന്നു. വിനി ജൂനിയർക്ക് ലെഫ്റ്റിൽ ബോൾ എത്തിച്ചുള്ള സാഹചര്യത്തിൽ വിനി ജൂനിയർ അതുമായിട്ട് പോവാണ്. വിനി ജൂനിയറിൻ്റെ പാസ് വാസ് ഫാന്റാസ്റ്റിക്. പക്ഷേ അതോടൊപ്പം തന്നെ ഉപമക്കാനോ എംബാപ്പയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഒരു ഫ്ലാഷിൽ എംബാപ്പെ പേസ് അങ്ങ് കൂട്ടി, ഉപമക്കാനോ കാലം ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കൃത്യമായിട്ട് ബോക്സിലേക്ക് ആ ഒരു റൺ നടത്തുന്നു. വിനി ജൂനിയർ പാസ് വാസ് പെർഫെക്റ്റ് പാസ്. അപ്പോൾ ആ കഴിവുള്ള ആളാണ് വിനി ജൂനിയർ, നമുക്ക് അറിയുന്നതാണ്. നോക്കൗട്ട് മത്സരങ്ങൾ എത്ര ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. ചെറിയ ചെങ്ങായില്ല, നമുക്ക് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അവിടെ എംബാപ്പെ അത് ഫിനിഷ് ചെയ്യുന്നു. മത്സരത്തിലേക്ക് ടൈയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ 4-4 എന്നുള്ള നിലയിലേക്ക് ഗ്രേറ്റ് സ്കോർ ആകുകയാണ്. അപ്പോൾ അങ്ങനെ ഹാഫ് ടൈം ആകുന്നു. ഹാഫ് ടൈമിൽ ഈ സ്റ്റാനിസിനെ പിൻവലിച്ചുകൊണ്ട് അൽഫോൺസോ ഡേവിസിനെ കൊണ്ടുവരുന്നു. അപ്പോൾ കോൺറാഡ് ലെയ്മർ അതുവരെ ലെഫ്റ്റ് ബാക്കായിട്ടാണ് കളിച്ചത്. കോൺറാഡ് ലെയ്മർ എന്ന് വെച്ചാൽ റൈറ്റ് ബാക്കായിട്ട് നീങ്ങുന്നു. അൽഫോൺസോ ഡേവിസ് ലെഫ്റ്റ് ബാക്കായിട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ ലൂയിസ് ഡിയാസിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത് ഡിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. കോർണറിൽ നിന്ന് ഉപമക്കാനൊക്കെ ഫ്രീ ഹെഡർ കിട്ടിയിട്ടുള്ളത് അതിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. സെറ്റ് പീസുകളിൽ നിന്നുള്ള ഒരു അതോറിറ്റി ഇല്ലാത്ത കീപ്പിംഗാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റയലിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ സെക്കൻഡ് ഹാഫിൽ എംബാപ്പെ കിട്ടിയുള്ള ഒരു ചാൻസ് മാൻ, അവിടെ റയലാണ് ബോൾ വിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തും നമുക്ക് ജൂഡിനെ കാണാൻ സാധിച്ചായിരുന്നു. ജൂഡിൻ്റെ ഇൻറ്റൻസിറ്റി, ആ എക്സ്ട്രാ ബൈറ്റ് ജൂഡ് ആ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലും റയലിൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചുള്ള ആളാണ് ജൂഡ് ബെല്ലിംഗാം എന്നുള്ള കാര്യം സംശയമാണ്. ഈ മത്സരത്തിലും നല്ല രീതിയിൽ തന്നെയാണ് ഫെഡയുടെ കൂടെ ആ ഡബിൾ പ്ലോട്ടിൽ കളിച്ചിരുന്ന ആൾ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു, റൈറ്റിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. ആളുടെ ഈ പറഞ്ഞ പോലെ ഇൻ്റർസെപ്ഷൻസ് വളരെ കീ ആയിരുന്നു. പൊസിഷൻ ടേൺ ഓവറുകൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. ആ ടേൺ ഓവറുകൾ സംഭവിക്കുന്ന പല പൊസിഷനും ഈ ചങ്ങായി വിൻ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ട്രെൻഡിന് റൈറ്റ് സൈഡിൽ ആ ബോൾ എത്തിച്ചു. ട്രെൻഡിൻ്റെ ക്രോസ് വാസ് മാജിക്കൽ ക്രോസ്. എംബാപ്പയുടെ മൂവ്മെൻറ്റ് വാസ് ഫാന്റാസ്റ്റിക്. വിനിയായിരുന്നു അവിടെ ഓഫ് സൈഡ് ഉണ്ടായിരുന്നു, പക്ഷേ എംബാപ്പെ ഓഫ് സൈഡ് അല്ല. എംബാപ്പയുടെ വീണിട്ടുള്ള ആ ഒരു വോളി അറ്റംപ്റ്റ് പക്ഷേ നോയർ സേവ് ചെയ്യാണ്. നോയറുടെ പൊസിഷനിങ് വാസ് ഫാന്റാസ്റ്റിക് ദെയർ. അങ്ങനെ അത് വളരെ കീ ആയിട്ടുള്ളൊരു സേവായിട്ട് മാറുകയാണ് മത്സരത്തിൽ. പിന്നെയാണ് ചേഞ്ച് വരുത്തുന്നത്. 62ാമത്തെ മിനിറ്റിൽ മുസിയാലേനെ കൊണ്ടുവരുന്നു, ഗനാബ്രിനെ പിൻവലിച്ചുകൊണ്ട്. അതൊരു ഫാന്റാസ്റ്റിക് സബ്ബായിരുന്നു. കാമോവിങ്ങിനെ കൊണ്ടുവരാണ്, ബ്രഹീമിനെ പിൻവലിച്ചുകൊണ്ട്. പിന്നെ ലൂച്ചൊക്കെ ഒരു ചാൻസ് ഇല്ലായിരുന്നു, ലൂയിസ് ഡിയാസിന് മറ്റൊരു ചാൻസ് ഇല്ലായിരുന്നു. ഈ മുസിയാല വന്ന ഉടനെ തന്നെ, അതായത് പൊസിഷൻ ടേൺ ഓവർ സംഭവിക്കുകയാണ് റയലിൻ്റെ ഏരിയയിൽ. അങ്ങനെ എന്താണ് മുസിയാല ലൂയിസ് ഡിയാസിനെ പിടിക്കാൻ. ലൂയിസ് ഡിയാസ് അവിടെ ഹെസിറ്റേറ്റ് ചെയ്തു ഷോട്ട് അൺലീഷ് ചെയ്യുന്നതിന്. ഫസ്റ്റ് ടൈം ഷോട്ട് അടിക്കുന്നതിന് വരെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. അപ്പോഴേക്കും പുറകിൽ നിന്ന് വന്നിട്ട് ട്രെൻഡ് അത് തട്ടി മാറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെന്താ ഒലീസയുടെ ഫാന്റാസ്റ്റിക് ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു. ഉപമക്കാനൊക്കെ ഫ്രീ ഹെഡർ കിട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒലീസയുടെ കേളർ എഫേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കമോവിംഗയ്ക്ക് ഫസ്റ്റ് യെല്ലോ കാർഡ് ഇടുന്നത് എനിക്ക് തോന്നുന്നു 77ാമത്തെ മിനിറ്റിലാണ്. അപ്പോൾ അവിടെയും
റയലിൻ്റെ അടുത്ത് പൊസിഷൻ ബാഡ്മിനിക്ക് വിൻ ചെയ്യുന്നു. അങ്ങനെ അവർ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഈ മുസിയാലയുടെ ഡ്രൈവിംഗ് റണ്ണിനെ പുറകിൽ നിന്ന് വന്ന് ഷർട്ട് പിടിച്ച് വലിച്ചു ഊരി യെല്ലോ ആണ്, സംശയമില്ലാത്തൊരു സംഭവമാണ്. അതിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് യെല്ലോ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു യെല്ലോ കിട്ടിയിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ നിന്ന് അധികം ഒരു 10 മിനിറ്റ് പോലും തികഞ്ഞ് ആവാത്ത സാഹചര്യത്തിൽ എന്തിന് വീണ്ടും അത്തരത്തിലൊരു ദുരന്തം സംഭവം ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിലാണ് ആ 83-ാമത്തെ മിനിറ്റിൽ ഉപമക്കാനോടൊരു ഒരു ഫക്കപ്പ് മൊമെൻ്റ് നമ്മൾ കാണുന്നത്. ബാഡ് ടച്ചായിരുന്നു. വിനി ജൂനിയറിൻ്റെ ടച്ചും മോശമായിപ്പോയി. വിനി ജൂനിയറിൻ്റെ ടച്ച് കുറച്ച് ബെറ്റർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പണിയായിരുന്നു. ആ ബാഡ് ടച്ച് ആയതോടുകൂടി പിന്നെ ഉപമക്കാനോ റിക്കവർ ചെയ്യുന്നു, എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. യെസ്, അതൊരു ക്രൂഷ്യൽ മൊമെൻ്റാണ്. അപ്പോൾ വിനിക്ക് അത്തരത്തിലുള്ള മൊമെൻറ്റുകളൊന്നും മുതലെടുക്കാൻ സാധ്യതയാണ്. അതിനിടയിലാണ് ആ പറഞ്ഞ പോലെ ആ മിസ്കിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഫാൻറ്റാസ്റ്റിക് ചാൻസ് ആയിരുന്നു ആളെ സംബന്ധിച്ചിടത്തോളം. കിലിയൻ എംബാപ്പെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണത്. അപ്പോൾ ബയേണിൻ്റെ ഈ വൾനറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പിന്നെയും പാബ്ലോവിച്ചിനോട് ചിലപ്പോഴൊക്കെ സിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു, കിമ്മിച്ചിനോട് സിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു കമ്പനി എന്നുള്ളതാണ്. കാരണം വല്ലാതെ 2v2 സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 3v2 ആകാൻ. പക്ഷേ സ്റ്റിൽ 2v2കൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു ഡിഫൻസിൽ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെന്താണ് എങ്ങനെയാണ് നമ്മുടെ ചെങ്ങായിക്ക് സെക്കൻഡ് എല്ലോ കിട്ടുന്നത്, കമോയിങ്കക്ക് സെക്കൻഡ് എല്ലോ കിട്ടുന്നത്? അപ്പോൾ അവിടെ അതിന് മുമ്പ് ആളുടെ ചാലഞ്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊസിഷൻ വിൻ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കെയ്നിൻ്റെ ഒരു അറ്റംപ്റ്റ് ചെങ്ങായി ബ്ലോക്ക് ചെയ്യുന്നു. റുഡിഗർ മുസിയാലയിൽ ബോൾ എത്തുന്നതിന് സാധ്യത, ഇതൊക്കെ ബോക്സിനകത്ത് സംഭവിക്കുന്നതാണ്. ആളത് ക്ലിയർ ചെയ്യുന്നു. അത്തരത്തിൽ സംഭവം ഉണ്ടായിരുന്നു. അവിടെ കവങ്കയുടെ ബ്ലോക്ക് വാസ് ഫാൻറ്റാസ്റ്റിക്. കെയ്നിനെ ആൾ ബ്ലോക്ക് ചെയ്തത്, അത് തന്നെയാണ് ആളുടെ പണി ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഈ സംഭവം റുഡിഗറും മിലിറ്റാവും ഒക്കെ തിൻ റോപ്പിലൂടെ നടന്നു പോകുമായിരുന്നു. ഓൾറെഡി യെല്ലോ കാർഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ചില ഫൗളുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ക്രൗഡ് അത്തരത്തിൽ സെക്കൻഡിലൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് സെക്കൻഡ് എല്ലോ പിറക്കുന്നത്. അപ്പോൾ കവങ്കയുടെ സെക്കൻഡ് എല്ലോ ഹാരി കെയ്നെയാണ് ഫൗൾ ചെയ്യുന്നത്. ഹയർ ഓഫ് ദ പിച്ച് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തിയാണ്. ആ ഫൗള് റെഫറി സത്യം പറഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ല. ആൾ ഫൗൾ എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അത് യെല്ലോ കൊടുക്കേണ്ടത് സംഭവമായിട്ട് ആൾ കണക്കാക്കിയിട്ട് പോലും ഇല്ല. ഓക്കെ, പക്ഷെ പിന്നെ എങ്ങനെയാണ് അത് യെല്ലോയിൽ കലാശിക്കുന്നത്? അവിടെയാണ് ഇത്തരത്തിലുള്ള മൊമെൻറ്റുകളിൽ എന്തിനത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുള്ളത്. ആ ബോൾ തട്ടി കൊണ്ടുപോകുന്നു. പ്രീമിയർ ലീഗിൽ അത് ചെയ്യാനേ പാടില്ല, അത് വേറെ കാര്യം. നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഫ്രീ കിക്ക് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ കൊടുക്കുന്നത് നമ്മൾ പ്രീമിയർ ലീഗ് കണ്ടിട്ടുണ്ട്. ഇവിടെ ആൾ തട്ടി പോയി എന്ന് മാത്രമല്ല, പിന്നെ ആ ബോൾ എടുക്കുന്നു. കിമിച്ച് ആ ബോൾ എടുക്കാൻ പോകുന്ന സാഹചര്യം ബോൾ കയ്യിൽ പിടിക്കുന്നു. അങ്ങനെ റെഫറിക്ക് ഒരു ചാൻസ് എന്തിനു കൊടുത്തു എന്നുള്ളതാണ്. റെഫറി സെക്കൻഡ് എല്ലോ കൊടുക്കുകയാണ്. പക്ഷേ റെഫറി സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിക്കുന്നത് അത് ആളുടെ മനസ്സിലില്ല, അത് സെക്കൻഡ് എല്ലോ ആണോ എന്നുള്ളത്. അതുകൊണ്ടാണ് ആദ്യമേ എടുത്ത് എല്ലോ കൊടുത്തത്. പിന്നെയാണ് ആളിനെ ആരും ഓർമ്മിപ്പിച്ചിട്ട് ആ സെക്കൻഡ് എല്ലോ എടുത്ത് റെഡ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഒരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ ഒരു റെഫറി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പോൾ റെഫറി ചാനലിൽ പറയുന്ന പോലെ മറക്കാൻ പാടുണ്ടോ? പക്ഷെ സ്റ്റിൽ അത് റെഫറിയുടെ അടുത്ത് ചോദിച്ചു വാങ്ങിയതാണ് കമോയിങ്ക. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് കോച്ചായിട്ടുള്ള അസറുണ്ട്, ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളി പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ എന്താണ് ഇതിൻ്റെ വെയിറ്റേജ് ഭയങ്കരമല്ലേ ഇത്തരത്തിലുള്ള ഡിസിഷൻ്റെയൊക്കെ. അപ്പോൾ അവിടെ എല്ലാം ബുക്സ് അനുസരിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണമെന്നുള്ളത് ഇല്ല. പലപ്പോഴും റെഫറിമാർ അത്തരത്തിൽ ബുക്സ് അനുസരിച്ച് മാത്രമായിരിക്കില്ല തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ചോദിച്ചു മേടിച്ചാണ്. ഹാർഷാണെന്ന് വെച്ചാൽ ഹാർഷാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് അക്കോർഡിംഗ് ടു ദ ലോ അത് യെല്ലോ ആണ്. വേണമെങ്കിൽ അത് റെഫറിക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് കൊടുത്തതിനാണല്ലോ കുറ്റം പറയാനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഹൈ പ്രൊഫൈൽ മത്സരത്തിൽ അത് വിട്ട് കളഞ്ഞുകൂടായിരുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഫറിനെ തോണ്ടി മേടിച്ചുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓൾറെഡി യെല്ലോ കാർഡിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കമോങ്കെ പോലുള്ളൊരു പ്ലെയർ എന്തിനത് ചെയ്യുന്നു എന്നുള്ളതാണ്. റെഫറി വിട്ടതായിരുന്നു. ആ ഫൗളിന് യെല്ലോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതായിരിക്കും ഒരു റയൽ ഫാൻ സംബന്ധിച്ചോളം ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കതാണ് തോന്നിയത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ അത് കൊടുക്കാതിരിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ റെഫറിനെ സംബന്ധിച്ചിടത്തോളം ആളിനത് ആ സാഹചര്യത്തിൽ അത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ അതിൻ്റെ ആവശ്യമില്ല, എന്തിനു ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കമോങ്കയാണ് ചോദിക്കുന്നത് എന്തിനു. എനിക്ക് തോന്നുന്നു കമോങ്കയുടെ റയൽ മാഡ്രിഡ് കരിയർ തീർന്നു എന്നുള്ളതാണ്. അതിനുശേഷം 10 പേരെ ചുരുങ്ങി. ഓൾറെഡി ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സിന് എഫേർട്ടില്ല. 10 പേരായിട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ ഡിഫെൻഡ് ചെയ്യണം, ബാക്കിയുള്ളവർ ചത്ത് കളിക്കണം ഈ ഫ്രണ്ടിലുള്ള പ്ലേയേഴ്സിനായിട്ട്. അതാണല്ലോ രീതി, അതാണല്ലോ സ്വഭാവം. ആ ലൂച്ചോടെ ഗോൾ നേരത്തെ പറഞ്ഞാൽ എംബാപ്പയ്ക്കൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഇടക്കും തലക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവന്മാർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടില്ല. അത് താഴെയുള്ളവന്മാരിങ്ങനെ പണിയെടുക്കുക, പണിയെടുത്തിട്ട് ഇവന്മാർക്കിങ്ങനെ ഉരുട്ടി കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് അവരുദ്ദേശിക്കുന്നുണ്ടായിരിക്കും. താഴെയുള്ളവന്മാരിങ്ങനെ മരിച്ചു പണിയെടുക്കുക. അതോടൊപ്പം അതിങ്ങനെ കാണുമ്പോഴെങ്കിലും അതിൽ നിന്ന് ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ആയിട്ടൊന്നും താഴോട്ട് ഇറങ്ങി വന്നിടും. കാരണം 10 പേരാണ്. ഇനിയിപ്പോൾ ആ പഴയ എന്താണോ ടാക്ടിക്സ് ഉണ്ടായിരുന്നത്, അതായത് നിങ്ങൾ 2 പേരും അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, ബോൾ നമ്മൾ കൊണ്ടെത്തിക്കും, കൗണ്ടർ അറ്റാക്കിൽ സംഭവം സൃഷ്ടിക്കുക എന്നുള്ളത് ഓക്കെ,
അത് 11 പേര് വെച്ച് കളിക്കുമ്പോൾ ടാക്ടിക്സാണ്. ഇതിനിപ്പോൾ ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒന്ന് താഴ്ത്തൊന്ന് എല്ലാവരും കൂടി ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ട് ഒന്ന് കളക്റ്റീവായി ഡിഫെൻഡ് ചെയ്തിട്ട് അതിനൊന്ന് എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ട് പോകാൻ നോക്കിക്കൂടായിരുന്നില്ല. അപ്പോഴാണ് ലൂച്ചോടെ ഗോൾ. ഫാന്റാസ്റ്റിക് ഗോളാണ്. ഡിഫ്ലക്ഷൻ ഉണ്ട്, മിലിറ്റായുടെ ഡിഫ്ലക്ഷൻ ഉണ്ട്, അതോടുകൂടി ലുനിയൻ സേവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ കൗണ്ടർ അറ്റാക്കിൽ മറ്റൊരു ഗോൾ. അവിടെ ആ കൗണ്ടർ അറ്റാക്കിൽ ഒലീസിയുടെ ഗോളിലെ കൗണ്ടർ അറ്റാക്കിലും ലൂച്ചോയുടെ ഒരു പാസ് ഉണ്ട്. ആ ഒരു ഹാഫിനടുത്ത് കെയിൻ കൊടുത്തുള്ള പാസ് വാസ് ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ പാസ്, ബ്യൂട്ടിഫുൾ പാസ്. ഇന്ന് കെയിൻ എന്നിട്ട് ഒലീസിനെ പിക്കുന്നു, ബാക്കിയൊക്കെ ഒലീസ് ചെയ്തു. മെൻഡി തന്നെ ഉണ്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ഗ്ലോറിയസ് ഫിനിഷ് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. വാട്ട് എ ഫിനിഷ് മാൻ. ചെക്കനൊരു മെസ്സി ഫാനാണ്. തൻ്റെ ഐഡിയൽ മെസ്സിയാണെന്നുള്ളതും ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് മെസ്സിയാണെന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഒലീസെ റീസെൻ്റായി TSPന് കൊടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഐഡൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആളും കൈയടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതായത് ബയേൺ വല്ലാതെ അവർ തോൽക്കാറില്ല. അപ്പോൾ എന്താണ്, ഒരു ഘട്ടത്തിൽ അവർ തോൽക്കും എന്നുള്ള നിലയുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിൽ സമനിലയിൽ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്ന് അവർ ജയിച്ചിരിക്കുകയാണ്. അവർ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അവർ PSG ഏറ്റുമുട്ടാൻ പോവാണ്. PSG അവർ ജയിച്ചിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSG ചെറിയൊരു എഡ്ജ് കൊടുക്കുന്നുണ്ട്. ആ നോ ഹൗ കൂടി ഉണ്ട് PSG എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊരു ഫാസിനേറ്റിംഗ് എൻകൗണ്ടറായി. അത് കാണാൻ ഞാൻ കാത്തിരിക്കാനും അത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മത്സരമാണത്. അപ്പുറത്താണെങ്കിൽ ആർസണൽ അത്ലറ്റിക്കോട്, അതും കാണണം. അത് വേറൊരു രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അതിന്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഗെയിമായിരിക്കും. അതിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ ഡേറ്റ് എന്താണെന്ന് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണികൾ പിന്നാമ്പുറത്ത് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സംശയമുണ്ട്. റൂത്ത്ലെസ് ആയിട്ടുള്ള ചില ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടതിന് ആർബലോയുടെ പണി ഇതോടുകൂടി പോയി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിവേ അവർക്ക് ഇനിയിപ്പോൾ ഉള്ളത് എൽ ക്ലാസിക്കോയിൽ എന്തെങ്കിലും ഒരു പ്രൈഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും ചെയ്യാനില്ല. 9 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് ഇനിയിപ്പോൾ ലാലിഗയിൽ മറികടക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് അപ്പുറത്ത് ബാഴ്സലോണയും വൂണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ചോളം കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു സംഭവം ഡിസിപ്ലിനാണ്. അതായത് എന്താണ്, ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അവർ 4 റെഡ് കാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവസാനത്തെ 8 സീസണുകൾ കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ റെഡ് കാർഡുകൾ ഈ ഒരു ഒറ്റ ക്യാമ്പയിനിൽ അവർ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസിപ്ലിൻ്റെ പ്രശ്നം ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ഹാഫ് ടൈമിൽ ലീഡ് ചെയ്തിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം 2013 ശേഷം ആദ്യമായിട്ടാണ് പരാജയപ്പെടുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഗലാറ്റസറയ്ക്കെതിരെയായിരുന്നു അവർ പരാജയപ്പെടുന്നത് ഹാഫ് ടൈമിൽ ലീഡ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ അതേപോലെ തന്നെ ബയേണിനെ സംബന്ധിച്ചിടത്തോളം ബയേൺ എന്താണ്, ചാമ്പ്യൻസ് ലീഗ് 2017 ശേഷം ആദ്യമായിട്ടാണ് ഹാഫ് ടൈമിൽ പുറകിൽ പോയിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം വിജയിച്ച് കയറുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാൽ ബയേണിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്ത് കൂട്ടിയിട്ടുള്ളത്. അഗെയിൻ ആ റെഡ് കാർഡ് വളരെ ഡിസൈസീവായിരുന്നു ഈ മത്സരത്തിലത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. 21 അറ്റംപ്റ്റുകൾ ബയേൺ മ്യൂണിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. 9 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. 12 അറ്റംപ്റ്റിലാണ് റയൽ മാഡ്രിഡ് നടത്തിയത്. 5 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. മത്സരം അവസാനിച്ചത് എങ്ങനെയാണ്? 4-3 എന്നുള്ള സ്കോർ ലൈന്, 6-4 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിനാണ് ബയേൺ മ്യൂണിക്ക് ഹോം ആൻഡ് എവേ ബെർണബേയിലും പരാജയപ്പെടുത്തി അലയൻസ് അറീനയിലും പരാജയപ്പെടുത്തിയിട്ടാണ് അവർ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. കോമ്പനിയെ സംബന്ധിച്ചോളം ഇതൊരു ഫാന്റാസ്റ്റിക് അച്ചീവ്മെൻ്റ് ആണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ. ആരുടെ റയലിൻ്റെ സീസൺ കറക്റ്റ്